അപ്പൊ എനിക്ക് ഒരു സർപ്രൈസ് പറയാനുണ്ട്. എന്താ? താരക്കുട്ടി എടുക്കുന്ന പാട്ട് താരക്കുട്ടിയുടെ പടത്തിൽ നിന്ന് എടുക്കൂ. സ്വന്തം സ്വന്തം പടത്തിൽ. 1970 താരക്കുട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. സിനിമയുടെ പേര് സിനിമയുടെ പേരെന്താ? സ്വന്തമായിട്ട് പടം എടുക്കും, സ്വന്തമായിട്ട് പേരിടും. എന്താ പാട്ട് ഏതാ? പാട്ട് ഏതാ? നുണക്കുഴി നുണക്കുഴി ഉണ്ടല്ലോ. നഖചിത്രമിഴുതും താരേ. കണ്ടോ? സ്വന്തമായിട്ട് ഡെഡിക്കേഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മള് പൈസ മുടക്കിയിട്ട് ഒരു പടം എടുത്തിട്ട് വല്ലവരും വെച്ചിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നതിനെക്കാട്ടില് സ്വന്തമായിട്ട് പടം എടുക്കുക, സ്വന്തം പേരിടുക, സ്വന്തം പാട്ട് പാടുക. ഈ പാട്ട് എന്റെ അച്ഛന്റെ അച്ഛൻ എപ്പോഴും പാടാറുണ്ട്. നുണക്കുഴിക്കാവിളി. അപ്പൊ എനിക്ക് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാ ഞങ്ങൾ അതെ, എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. അച്ഛൻ എനിക്ക് ചെറിയ സംശയമുണ്ട്. എപ്പോഴും പാടിക്കൊണ്ട് നടക്കണമെങ്കിൽ അതെന്തായിരിക്കും? താരക്കുട്ടീനെ നോക്കിയാണോ പാടുന്നത്? ആണ്. ഓ, നമ്മുടെ വിചാരം. എന്റെ അച്ഛന്റെ അച്ഛനല്ല അതുകൊണ്ട് എന്നെ നോക്കി പാടും. ഈ ഉടുപ്പം മിനുട്ടി കൊടുത്തതാണോ? അല്ല 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 ലിറ്റിൽ ഏഞ്ചൽ ഇട്ടോണ്ട് വന്ന അതേ കളർ. അല്ല, താരക്കുട്ടിക്ക് ഡ്രസ് തന്നില്ലേ? മീനുട്ടി തന്നില്ലേ? ഇല്ല. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുത്തത്. അല്ല, ചേട്ടൻ ആരും തരുന്നില്ല. മക്കളെ സത്യം പറയാ, മോളെ എന്നെ വിശ്വസിക്കും. ഇവിടെ ഇരിക്കുന്നവർ കണ്ടോണ്ടിരിക്കുകയാണ്, ഇവരെല്ലാം സാക്ഷിയാ. 4 കുട്ടികൾക്ക് മീനുട്ടി ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ താരക്കുട്ടിക്ക് ഇതുപോലും എന്റെ സ്വന്തം ഉടുപ്പല്ല. ഇനി തന്ന വാങ്ങിക്കരുത്. എടുത്തതാ ഇത്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുവോ? മക്കളെ ഇനി കോസ്റ്റ്യൂം എടുത്തവരാണ് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. അല്ലാതെ മീനുട്ടേച്ചല്ല. മീനുട്ടി വാങ്ങിച്ചു തന്നാ വാങ്ങിക്കരുത് കേട്ടോ, കൊണ്ടുപോകാൻ പറ. ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് എനിക്ക് എന്റെ അച്ഛമ്മ വാങ്ങിച്ചു തരും എന്ന് പറ. എനിക്ക് എന്റെ അച്ഛൻ വാങ്ങിച്ചു തരും. എനിക്ക് വേറെ ആരും വേണ്ട. അച്ഛനെയും മതി എനിക്ക്. മതി. താരക്കുട്ടി ഓൾറെഡി ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടിയാ. കാരണം ലിറ്റിൽ ഏഞ്ചലിൽ നിന്ന് എത്ര പേര് കഴിഞ്ഞ പ്രാവശ്യം പാടി. ആർക്കെങ്കിലും ഈ രണ്ടാമത്തെ ഇതുപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു ചരിത്ര മുഹൂർത്തം, ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സംഭവമായിരുന്നു താരക്കുട്ടിയിലൂടെ സീസൺ 5 വന്നത്. അതിനെപ്പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എല്ലാം ദൈവാനുഗ്രഹം അല്ലേ? അപ്പൊ ബാക്കി പിള്ളേരൊക്കെ ചോദിച്ചില്ലേ ഞങ്ങളെ കൊണ്ടോ ഇല്ലയോ എന്നൊക്കെ? താരക്കുട്ടി ഫ്രണ്ട്സ് ആരും ഇല്ലേ സീസൺ 4 അപ്പം? ആരെ വിളിക്കാറില്ലേ? സീസൺ 4 ഇല്ല, വിളിക്കാറൊന്നുമില്ല. പാട്ടുകളി ബിസി ഉണ്ടാവാറുണ്ട് ഈ പാട്ടുകൾ ഇങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ട് കൊച്ചിന് സമയം കിട്ടാറില്ല. സ്കൂളിൽ ഒരു പഠിത്തം, പഠിത്തം, പിന്നെ വീടിന്റെ അപ്പുറത്തെ ഫ്രണ്ട്സ്, കളികള്, കാര്യങ്ങള്. പിന്നെ അത് കൂടാണ്ട് സീസൺ 4 പിള്ളേരുമായിട്ട് ഞാൻ ഇനി എപ്പ അല്ലേ സമയം കിട്ടണ്ടേ അല്ലേ? ഫൈലുള്ളവരായിട്ട് തന്നെ കമ്പനി ആവാൻ സമയം കിട്ടുന്നില്ല. കഴിഞ്ഞു ചേട്ടാ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പിന്നെ അമ്മയെ കൂടാണ്ട് വന്നേക്കുന്ന അച്ഛൻ വന്നിട്ടുണ്ടാ? അച്ഛനും വരില്ല. അച്ഛൻ അല്ല അച്ഛൻ അല്ല വേറെ വന്നില്ല. അച്ഛൻ ജനുവരി 1 വരും. ജനുവരി 1 എന്റെ അച്ഛന്റെ അനിയന്റെ കല്യാണമാണ്. ഞങ്ങളൊന്നും വിളിക്കുന്നില്ലേ? പ്രോമിസ് ആയിട്ട് വരണം. ഞാൻ പണ്ടത്തെ സീസണിൽ പറഞ്ഞാണേ. ഏത് ഓർമ്മയില്ലേ? ഇല്ല, കല്യാണക്കുറി കിട്ടിയില്ല. ചുമ്മാ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ വേറെ കല്യാണമായിരുന്നു. അത് ഈ മാമന്റെ തന്നെ കല്യാണോ? അന്ന് പറഞ്ഞു മാമന്റെ തന്നെ കല്യാണം ജനുവരി 1. പക്ഷെ വിളിച്ചിട്ടില്ല. സീസണിലെ പറഞ്ഞാണോ? അതെ, ഉറപ്പിച്ചു വെച്ചു. അപ്പോഴേ 4 വർഷം മുമ്പ് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. മാമൻ കാത്തിരിക്കായിരുന്നു കല്യാണത്തിന് ഒരു നീണ്ട കാലം. വിളിച്ചാ ഞങ്ങൾ എല്ലാവരും വരും. പക്ഷെ ഇജോക്കുട്ടൻ ലച്ചു എല്ലാരും വരുന്നുണ്ട്. ഇജോക്കുട്ടനും ലച്ചും ഒക്കെ വരുന്നുണ്ട് കല്യാണത്തിന്. ഞങ്ങള് പറഞ്ഞോ വേണ്ടയോ? ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്ന് ലിജോക്കുട്ടൻ പോയില്ലല്ലേ? ലിജോക്കുട്ടൻ പക്ഷേ എന്നോട് അത്ര ഉണ്ടായിരുന്നു. അവളുടെ അമ്മയാണ് കാണാൻ. അമ്മ നേഴ്സാ. ആരും എന്തെങ്കിലും ആയിക്കോട്ടെ, ലിജോക്കുട്ടനെ ഇപ്പൊ എടുത്തു പറയാൻ കാര്യം ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിലാ ലിജോ. മിസ് ചെയ്യുന്നുണ്ടല്ലേ? മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ? പക്ഷെ അപ്പൊ ലച്ചുകുട്ടി പ്രശ്നം ഉണ്ടാക്കുവോ? ഇപ്പോഴും ഉണ്ടല്ലേ നിങ്ങളുടെ ഇടയ്ക്കത്തെ ആ വഴക്ക്? ഫ്രണ്ട്സ് അല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ല ഇപ്പൊ കുറച്ച് പക്വത. എന്തോന്നാ പക്വതയോ? എന്താ പറഞ്ഞേ? പക്വടയോ?
പക്വത പക്വത പക്വത. പക്വത എപ്പ വേണേലും കിട്ടും. അതെ. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് പക്വത വേണ്ട താരക്കുട്ടിക്ക് കേട്ടാ. അതെ. എന്തായാലും ഇജോക്കുട്ടൻ്റെ അടുത്ത് അന്വേഷണം പറയൂ കേട്ടോ. ആ, ആ. ആ. എന്റെ അന്വേഷണം നിന്റെ 5 മാർക്ക് ഞാൻ കുറയ്ക്കും. ഒറ്റ അന്വേഷണത്തിൽ ഞാൻ അന്വേഷണം പറയും. 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 Promise ആയിട്ട് ഞാൻ പറയാം. പ്രോമിസ് ആയിട്ട് ആ, അവനെന്തായാലും കാണുമല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് പറയൂ ഇന്ന് തന്നെ. ഓക്കെ. അപ്പൊ അടിച്ചു പൊളിച്ച് പാടി. പിന്നെ എന്തൊരു എക്സൈറ്റ്മെന്റ് അല്ലേ? അല്ലല്ല ഞാൻ ആലോചിക്ക വർഷം 2 കഴിഞ്ഞിട്ടും അവന്റെ ഒരു പവറേ. അറിയാമോ നമ്മുടെ ഇജോക്കുട്ടനെ? ഇല്ല. ഇവിടെ ഒരു നിങ്ങൾക്ക് ആർക്കും ഇജോക്കുട്ടൻ അറിഞ്ഞൂടാ. ഉണ്ടായിരുന്നു. അതിനറിയാം. പിന്നെ ആ. സ്മാർട്ടാണ് സ്മാർട്ട്. ഇവിടെ ഒരു ഇജോക്കുട്ടൻ ഒറ്റ ഇജോക്കുട്ടൻ. 4 കുട്ടികളാണ് അവന്റെ ചുറ്റും. എന്നും അടിയാ. പെമ്പിള്ളാര് തമ്മിൽ അടി. പെമ്പിള ഇവിടെ റീമിക്ക് ചുറ്റും ഓരോരുത്തരുള്ള പോലെ ഇവിടത്തെ ഇത് കഠിനമായിരുന്നു പക്ഷെ കുറച്ചുകൂടെ. ലച്ചൂട്ടി വരുമ്പോഴത്തേക്ക് ഇജോക്കുട്ടന്റെ അടുത്ത് ചോദിക്കും നിനക്കാരെയാ ഇഷ്ടം? അവൻ പറയും എനിക്ക് ലച്ചൂട്ടിയാ. പിന്നെ മേളിലടി. ഇവര് 4 പേരും കൂടെ നീ പറഞ്ഞില്ലേടാ എന്നൊക്കെ പറഞ്ഞ അവനെ ചുമ്മാ ഉപദ്രവാ. എന്നാലും ഇജോക്കുട്ടനെ ഓർമ്മിച്ചല്ലോ. അതെ, ഇത് ഓർമ്മിച്ചില്ലെങ്കിലും. എനിക്കിപ്പോ മനസ്സിലായ ആളെ ആ? വൈശാഖ സന്ധ്യ. അവൻ തന്നെ അത് തന്നെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.